അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിൽ ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത്. ഇന്നു മുതൽ അത്താഴ സമയം എല്ലാവരും ഈ ദിക്റ് ചൊല്ലുക. സത്യസന്ധത നമുക്ക് വേണം. സത്യസന്ധത ഉള്ളവരാകണം, സത്യവാന്മാരാകണം. കാരണം സത്യസന്ധതയുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സത്യം മുറുകെ പിടിക്കുക. സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, സത്യസന്ധത മുറുകെ പിടിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. പ്രതിസന്ധിയിൽ വിജയം ലഭിക്കും. പര്യവസാനം അന്ത്യം നന്നാകും. നമ്മുടെ സമ്പാദ്യത്തിൽ ബറക്കത്ത് ഉണ്ടാകും. മാനസിക തൃപ്തി ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ ജീവിതത്തിലുടനീളം നാം സത്യസന്ധത ഉള്ളവരാകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സത്യസന്ധത ഉള്ളവരാക്കട്ടെ. ആമീൻ. ജീവിതത്തിൽ സത്യസന്ധത കൈവരാൻ, സത്യസന്ധത ഉള്ളവരാകാൻ അത്താഴ സമയം ഈ പറയാൻ പോകുന്ന ദിക്റ് എല്ലാവരും ചൊല്ലുക. അത്താഴം കഴിച്ച ശേഷമോ അതിന് മുമ്പോ ഈ ദിക്റ് ചൊല്ലാം. റമളാൻ മാസം കഴിഞ്ഞാലും ഈ ദിക്റ് ആ സമയത്ത് ചൊല്ലാവുന്നതാണ്. ദിക്റ് പറയാം. അല്ലാഹുവിന്റെ മഹത്തായ ഒരു നാമമാണ് യാ സ്വമദ് യാ അല്ലാഹ്, യാ സ്വമദ് യാ അല്ലാഹ്, യാ സ്വമദ് യാ അല്ലാഹ്. 125 തവണ ഈ ദിക്റ് ചൊല്ലുക. 125 തവണ എല്ലാവരും ചൊല്ലുക. യാ സ്വമദ് യാ അല്ലാഹ് എന്നാൽ സർവാദി നാഥൻ, യജമാനൻ എന്നൊക്കെയാണ് ഈ ഇസ്മിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈ ദിക്റ് അത്താഴ സമയം ആരെങ്കിലും ചൊല്ലിയാൽ സത്യസന്ധത ഉള്ളവരാവുകയും വിശപ്പിന്റെ കാഠിന്യം, ദാഹം കുറയുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും അത്താഴ സമയം ഈ ദിക്റ് നാളെ മുതൽ ചൊല്ലുക.